നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 49-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ 1973 കാലഘട്ടത്തിലെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിലെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, മരം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഒരു ഗാനരചയിതാവാണ്, യൂസഫ് അലി കേച്ചേരി. നടനായിരുന്ന PJ ആൻ്റണിയാണ് പെരിയാർ എന്ന സിനിമ സംവിധാനം ചെയ്തത്. കവിത എന്ന് പറഞ്ഞ ഒരു സിനിമ സംവിധാനം ചെയ്തത് വിജയ നിർമ്മലയായിരുന്നു. വിജയ നിർമ്മലയുടെ ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് വിജയ നിർമ്മല 42ഓളം ചിത്രങ്ങൾ വിവിധ ഭാഷകളിലായി സംവിധാനം ചെയ്തു. കവിതയുടെ കഥയും തിരക്കഥയും ആലപ്പി അഷ്റഫായിരുന്നു. കവിതയുടെ നിർമ്മാതാവ് പിന്നീട് ഹിറ്റ് മേക്കറായി തീർന്ന IV ശശിയായിരുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ 73 കാലഘട്ടത്തിലെ എടുത്തു പറയേണ്ട, സ്മരിക്കേണ്ട ചില പ്രത്യേകതകളാണ്. നടൻ തിലകൻ സിനിമയിലേക്ക് എത്തുന്നത് PJ ആൻ്റണി സംവിധാനം ചെയ്ത പെരിയാറിലൂടെയാണ്. PJ ആൻ്റണി തന്നെ ഇതിലെ ഗാനങ്ങളും എഴുതി. ഇതിൻ്റെ സംഗീതം ചെയ്തത് PK ശിവദാസ് ആയിരുന്നു. അതേപോലെ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ യേശുദാസ് സംഗീതം ചെയ്ത ഒരു സിനിമയുണ്ട്. ആ സിനിമയാണ് KS സേതുമാധവൻ്റെ അഴകുള്ള സെലീന. ഇവിടെ സംഗീതം ചിട്ടപ്പെടുത്തിയത് യേശുദാസ് ആയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ശ്യാം സിനിമാ സംഗീത രംഗത്തിലേക്ക് എത്തുന്നത്. ശ്യാമിൻ്റെ യഥാർത്ഥ പേര് സാം ജോസഫ് എന്നായിരുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്ത ലേഡീസ് ഹോസ്റ്റൽ, ഹരിഹരൻ്റെ ആദ്യത്തെ ചിത്രമാണ് ലേഡീസ് ഹോസ്റ്റൽ. ഹരിഹരനും രംഗത്തേക്കെത്തി. ഇതൊരു വിജയിച്ച ചിത്രമായി മാറി. NN പിള്ളയുടെ നാടകം, പ്രശസ്തമായ നാടകമാണ് കാപാലിക. ഇത് സംവിധായകൻ മണി സിനിമയാക്കി. പിള്ളയുടെ തന്നെ ഗാനങ്ങളും അതിലുണ്ടായിരുന്നു. വിജയരാഘവൻ അതിൽ വേഷം ചെയ്യുകയും ചെയ്തു. സിനിമാ രംഗത്ത് പുതിയൊരു കാഴ്ച അനുഭവം നൽകിയതാണ് ഇക്കാലത്ത് PN മേനോൻ്റെ ദർശനം എന്ന സിനിമ. ഈ ചിത്രത്തിൽ സുരാസു അഭിനയിക്കുകയും ചെയ്തു. തോപ്പിൽ ഭാസിയുടെ മാധവിക്കുട്ടിയിൽ അഭിനയിച്ച ജയഭാരതിക്കും ബഹദൂറിനും പുരസ്കാരം ലഭിച്ചു. ജയഭാരതിക്ക് മികച്ച നടിക്കുള്ളതും ബഹദൂറിന് മികച്ച നടനുള്ളതും ആയ പുരസ്കാരങ്ങൾ ലഭിച്ചു. ജീസസ് എന്ന ചിത്രത്തിലൂടെയാണ് ആലപ്പി രംഗനാഥ് സംഗീത രംഗത്തേക്ക് എത്തുന്നത്. സ്വപ്നം എന്ന ചിത്രത്തിലൂടെ ഗായിക വാണി ജയറാം ഈ കാലഘട്ടത്തിൽ രംഗത്തെത്തി. സൗരയുദ്ധത്തിൽ വിടർന്നൊരു എന്ന ഗാനമാണ് വാണി ജയറാം ആദ്യമായി സിനിമയ്ക്കായി പാടിയത്. നോക്കൂ, ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള വർഷമായിരുന്നു 1973. മലയാള സിനിമയുടെ ചരിത്രം താല്പര്യമുള്ളവർ, അറിയാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിനു മുന്നേ ഉള്ള ഈ ചാനലിലെ എപ്പിസോഡുകൾ കൂടി കാണുന്നത് നന്നായിരിക്കും. പാട്ടിൻ്റെ വഴികളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ തുടർന്നു വരുന്നത്. അതിൽ രചനാ വിഭാഗത്തിൽ P. ഭാസ്കരൻ മാഷിനെയാണ് അനുധാവനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളാണ് അഥവാ ഗാനങ്ങളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ടിലൊരു നവലോകം പിറന്ന 1951. നവലോകം പ്രഖ്യാപിച്ച ആളാണ് ഭാസ്കരൻ മാഷ്. നവലോകം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. നവലോകം എന്ന സിനിമയിലൂടെ 13 ഗാനങ്ങളാണ് അദ്ദേഹം അന്ന് എഴുതിയത്. പിന്നീട് ത്യാഗസീമ, അമ്മ, തിരമാല, ആശാദീപം തുടങ്ങി ഒട്ടേറെ ഗാനങ്ങൾ എഴുതി. 1954 നീലക്കുയിലെ ഗാനങ്ങൾ വീണ്ടും ശ്രദ്ധേയമായി. പാട്ടുകൊണ്ടും വ്യത്യസ്ത മേഖലകളിലെ പാടവങ്ങൾ കൊണ്ടും മലയാള സിനിമയെ പട്ടുകുപ്പായമണിയിച്ച ഗാനരചയിതാവാണ്
വ്യക്തിയാണ് പി ഭാസ്കരൻ മാസ്റ്റർ. കവിതയുടെ പട്ടുനീൾ പൊട്ടാതെ പാട്ടിൻ്റെ പട്ടുകുപ്പായം എന്നും തുന്നിക്കൊണ്ടിരുന്നു അദ്ദേഹം. കവിതയിൽ ധീരമായി അദ്ദേഹം പറഞ്ഞു, വില്ലാളിയാണ് ഞാൻ, ജീവിത സൗന്ദര്യ വല്ലകി, മീട്ടലല്ലെൻ്റെ ലക്ഷ്യം, വല്ലകി എന്ന് പറഞ്ഞാൽ വീണ. ഭാവഭേദം വരുത്തി അദ്ദേഹം സിനിമയിൽ എഴുതി, എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ, എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു എന്ന്. കവിതയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പാട്ടിൻ്റെ മുന്തിരിച്ചാറാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചത്. ഗ്രാമീണ ചന്തങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനത്തിലൂടെ നമ്മളെ സ്പർശിച്ചു, ആസ്വദിപ്പിച്ചു. അനുരാഗത്തിൻ്റെ കരിക്കും വെള്ളം നമുക്ക് നൽകി. അല്ലിയാമ്പൽ കടലിൽ അരയ്ക്ക് വെള്ളം, എത്രയോ ഗ്രാമീണ ചന്തങ്ങളാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അതേ ആൾ തന്നെ അനുരാഗം തലയ്ക്ക് പിടിച്ചവൻ്റെ അവസ്ഥ കൂടി വളരെ വാമൊഴി വഴക്കത്തിൽ പറഞ്ഞു. അൻപഴും നിൻ്റെ പുരുകക്കൊടിയുടെ വമ്പ് കണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞുപോയി. അൻപഴും നിൻ്റെ പുരുകക്കൊടിയുടെ വമ്പ്. നോക്കൂ, വമ്പ് നാടൻ പദം ഉപയോഗിക്കുകയാണ്. ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുട. ശരിക്കും ഗ്രാമീണ പദങ്ങൾ ഗാനത്തിലേക്ക് അദ്ദേഹം ആവാഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പെണ്ണിന് രാത്രിയിൽ പൂ തിരുവാതിര, ചെക്കൻ്റെ മോറ് ചെന്താമര. വടക്കം മലബാറിൽ മോറ്, മുഖം എന്നുള്ളതിനും പറയുന്നതാണ് മോറ്, ചെന്താമര. കദളിവാഴ കയ്യിലിരുന്നൊരു കാക്കയിന്ന് വിരുന്നു വിളിച്ചു. വറുത്ത പച്ചരി ഇടിച്ച് തള്ളുന്ന മറ്റൊരു ഗാനത്തിൽ അദ്ദേഹം പറയുന്നു, വെളുക്കുമ്പോൾ കുളിക്കാൻ പോകുന്ന വഴിവക്കിൽ ആട്ടെ പോട്ടെ ഇരിക്കട്ടെ, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. ഹാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ. കസ്തൂരി മാമ്പഴം കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി കൊണ്ടുപോയി. കണ്ടം വച്ചൊരു കോട്ടാണ് ഇത്, പണ്ടേ ഉള്ളൊരു കോട്ടാണ്. ആ ആൾ തന്നെ ഇത്രയ്ക്ക് നാട്ടുശീലുകൾ, ഗ്രാമപദങ്ങൾ, ഗ്രാമ്യത ഒക്കെ നമുക്ക് നൽകിയ സൗഭഗങ്ങളായ പുഷ്പങ്ങൾ ഗാനങ്ങളിൽ വിരിയിച്ച അദ്ദേഹം തന്നെ മറ്റൊരു രീതിയിലും കൂടി എഴുതിയത് നമുക്ക് പരിശോധിക്കാം. തളിരിട്ട കിനാക്കൾ തൻ വാസന്ത പഞ്ചമി നാളിൽ താമസമെന്തേ വരുവാൻ, നഗരം നഗരം മഹാസാഗരം, ഏകാന്തതയുടെ അപാരതീരം. ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക്, വ്യത്യസ്ത രീതികളിൽ ഗാനങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാനരചനയിൽ താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഗാനങ്ങൾ എടുത്ത് പരിശോധിക്കുകയും ഗ്രാമ്യപദങ്ങളും ഗ്രാമചന്തങ്ങളും വാമൊഴികളും എങ്ങനെയാണ് പാട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പുതിയൊരു പാട്ടിൻ്റെ വഴി വെട്ടിത്തുറക്കാൻ കഴിയും. ഇനിയും നമുക്ക് പാട്ടിൻ്റെ വഴിയിലൂടെ നടക്കാം. നന്ദി, നമസ്കാരം.